വര അത് നമ്മളുടെ പാഷനാണ്. അത് വേണമെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഫുൾ ടൈം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം. അവിടെ നഷ്ടപ്പെടുന്നത് എനിക്കാണ്. എൻ്റെ പാഷൻ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നാളെ റിഗ്രറ്റ് ചെയ്യുന്ന ഞാനാണ്, വേറെ ആരും. എൻ്റെ അത് ഇനി ഹസ്ബൻഡും അല്ല, ഞാൻ ജനറലി പറയുകയാണ്, ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഒരു വൈഫിനോ അല്ല, അത് ആ വ്യക്തിയുടെ നഷ്ടം മാത്രമാണ്. അപ്പോൾ ഞാൻ അത് തിരിച്ചറിഞ്ഞു. ഈ നമ്മൾ ഈ ഇന്റർവ്യൂവിന് ഇരിക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് ബബിതയുടെ വര തന്നെയാണ് സംഭവം. പിന്നെ വര എന്ന് പറയുമ്പോൾ വെറുതെ ഒരു വര അങ്ങനെയല്ല സംഭവം. നമ്മൾ ശ്രദ്ധിക്കാൻ മനസ്സിലാവുന്ന ഓരോ വിഷയങ്ങളുണ്ട്, ഓരോ വരയിലും ഒരുപാട് പേരുടെ ലൈഫുണ്ട്, ജീവിതങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു വരയാണ്. പച്ചയായിട്ടുള്ള മനുഷ്യരെ കാണാൻ പറ്റും. പല പടങ്ങളും കണ്ടിട്ട് ഞാൻ ശരിക്കത് റിയൽ ഫോട്ടോ ആണ് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, നമ്മൾ മീഡിയയിൽ നിന്നിട്ട് പോലും. ഞാൻ ചോദിക്കുന്നത്, ഒന്ന് വരയും ഈ ജീവിതവും ബബിതയും ഇതെങ്ങനെ മിക്സ് ചെയ്ത് കിടക്കുന്ന, കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. ആ തോന്നൽ ശരിയാണോ? തോന്നൽ ഒരു പരിധി വരെ ശരിയാണ്. കാരണം ഞാനും ഈ ഡെയിലി ലൈഫിൽ നമ്മൾ കാണാറുള്ള കാര്യങ്ങളും ഇതൊക്കെ നമ്മളുടെ ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ ചിലപ്പോൾ ഒരു സൈക്കിൾ റിപ്പയർ ചെയ്യുന്നത്, അതൊക്കെ പണ്ട് കാലത്ത് നമ്മൾ കാണാറുള്ളതാ. സൈക്കിൾ ആൾക്കാർ വാടകയ്ക്ക് എടുക്കുന്നു, അത് ഇതാക്കുന്നു, അല്ലെങ്കിൽ പണ്ട് സൈക്കിൾ റിപ്പയർ ചെയ്യാം. ഇപ്പോഴതൊക്കെ കാണാൻ, ആ കാഴ്ചകളൊക്കെ ഇനി ഞാൻ ചോദിക്കാനിരുന്നൊരു പടത്തെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞപ്പോ. അതായത് ഞാൻ പർപ്പസ്ഫുള്ളി ചോദിക്കേണ്ടതാണ്, സൈക്കിൾ വർക്ക്ഷോപ്പ്, ഒരു അമ്മാവനിരുന്ന് സൈക്കിൾ പണിന്ന് ഞെട്ടിച്ച് കളഞ്ഞൊരു സംഭവം. അത് കാരണം എത്ര പെർഫെക്ഷൻ ആണ് അതില്. ആ മനുഷ്യന്റെ ശരീരം, അവിടുത്തെ അന്തരീക്ഷം, ആ ഒരു സൈക്കിൾ. പിന്നെ അതുപോലെ തന്നെ കപ്പ വിൽക്കുന്ന മരിച്ചീനി എന്ന് പറയുന്ന കപ്പ വിൽക്കുന്ന ഒരു അമ്മുമ്മ ഇരിക്കുന്ന, അതൊക്കെ നമുക്ക് ശരിക്കും ജീവിതം കാണാൻ പറ്റി. എപ്പോഴോ കഴിഞ്ഞു പോയെന്നോ കടന്നു പോയ ഒരു കാലഘട്ടത്തെ അതുപോലെ ഫീൽ. മലയാളികൾക്കും അത് എന്നെ പലരും ഒരു പരിചയമില്ലാത്തവരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയാറുണ്ട്. പുറം രാജ്യത്തേക്കുള്ളവരൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറയും, എനിക്ക് എൻ്റെ അമ്മ ഓർമ്മ വന്നു, അല്ലെങ്കിൽ എൻ്റെ നാട് ഓർമ്മ വരുന്നു. അവർക്കതൊക്കെ ഒരു നൊസ്റ്റാൾജിയ. അപ്പൊ അങ്ങനെ അവരെല്ലാവർക്കും ഇത് ആയിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാനൊരു ഇത് പറ്റുന്നുണ്ട്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്കൊക്കെ. അതൊക്കെ ഒരു സന്തോഷമാണ്. ബബിത എങ്ങനെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ സാധാരണ ഒരു പടം വരയ്ക്കുമ്പോൾ ഏതെങ്കിലും വരയ്ക്കും, പക്ഷെ ഈ ജീവിതങ്ങളിലേക്ക് ബബിത കടന്നു ചെല്ലണോ? ബബിതയുടെ ജീവിതം, ബബിതയുടെ വ്യക്തി, ഈ മനസ്സൊക്കെ എങ്ങനെ ഇത്തരം ജീവിതങ്ങളെ നോക്കി കാണാൻ ശ്രമിച്ചു? അതൊക്കെ ബബിതയുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടോ? ഈ പശ്ചാത്തലം, ജീവിച്ച പശ്ചാത്തലവും കൂടി ചിലപ്പം അങ്ങനെ അതൊന്നും പറയാൻ പറ്റുമോ? ഇപ്പോൾ ഞാൻ കുട്ടിക്കാലം തൊട്ടേ ഞാൻ ഓടിക്കളിക്കുന്ന പ്രായത്തിലൊക്കെ ഈ പ്രായമായവരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അവരുടെ കഥകൾ കേൾക്കാനൊക്കെ ഞാൻ താല്പര്യപ്പെടാറുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ കൗതുകത്തോടെയൊക്കെ കേൾക്കാറുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇപ്പോൾ എന്താ പറയുക, ടെക്നോളജിയൊക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു, ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ആ പഴയ നല്ല കാലമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പെയിൻറ്റിങ്സിലൂടെ ഇനിയുള്ള ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ ഈ എല്ലാ ഇതിലുള്ള ആൾക്കാരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പം നമുക്കൊരു പരിചയം വേണ്ട, ചിലപ്പോൾ വഴിയിൽ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടുന്നവരായിരിക്കാം. ഇപ്പം ഈ അടുത്ത് തന്നെ ഒരാൾ ഇവിടെ വീട്ടിൽ വന്നു, അവർക്കെന്തോ പൈസയ്ക്കെന്തോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് കൈ നീട്ടേണ്ട ഒരവസ്ഥയായിരുന്നു. അവർ വലിയ ഇതിൽ ജോലിയൊക്കെ ചെയ്ത ഒരാളായിരുന്നു. അവരവരുടെ കഥ നിന്നിട്ടിങ്ങനെ പറയുമായിരുന്നു. അപ്പം ഞാൻ വിഷമത്തോടെ അതൊക്കെ ഇങ്ങനെ കേട്ടു. അവർക്കൊരു നല്ല കാലം ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു, ഇപ്പോൾ ഗതികേട് കൊണ്ടാണ് ഞാൻ വന്നിട്ടിങ്ങനെ. അപ്പോഴും ഞാൻ ഇതൊക്കെ അവരുടെ എക്സ്പ്രഷൻ, അവരിത് പറയുമ്പോൾ അവരുടെ ആ മുഖത്തെ ഭാവങ്ങൾ, ഇതൊക്കെ ഒബ്സർവ് ചെയ്യും. ഞാൻ ഇതൊക്കെ കേൾക്കാറുണ്ട്. ഈ പ്രായമുള്ളവരെയും ചെറിയ കുട്ടികളുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എനിക്കെന്തോ വരയ്ക്കുമ്പോൾ അതൊക്കെ ഒരു ഇതിലേക്ക് കൊണ്ടുവരണം, ക്യാൻവാസിലേക്ക് എന്നുള്ളൊരു തോന്നലുണ്ടാവാറുണ്ട്. സെൻസിറ്റീവ് ആണോ ബബിത? സെൻസിറ്റീവ് ആണോ? സെൻസിറ്റീവ് ആണ്, അതെ. ബബിതയുടെ ജീവിതം എന്തായിരുന്നു? വളരെ ജോളി ആയിട്ടുള്ള ഇതാണ്. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും. ഇപ്പോഴത്തെ കാര്യമില്ല ഞാൻ ചോദിച്ചത്, ഈ പറയുന്ന കുഞ്ഞിലെയുള്ള കാലഘട്ടമൊക്കെ ഭയങ്കര ഒരു ജോളി ആയിട്ടുള്ള ഇതായിരുന്നു.
പിന്നെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാനിങ്ങനെ എല്ലാം ഒബ്സർവ് ചെയ്യും. അതൊക്കെ ഒരു ഓർമ്മയാണ് മനസ്സിൽ എപ്പോഴും. ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കാറുണ്ട്. പണ്ടുള്ള കാര്യങ്ങളും പഴയ ആൾക്കാരെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായല്ലോ, അതൊക്കെ നഷ്ടപ്പെട്ടല്ലോ നമുക്ക് എന്നുള്ളതൊക്കെ. ഇപ്പൊ പറഞ്ഞില്ലേ ഒരാള് പൈസക്ക് വീട്ടിൽ വന്നു, അപ്പൊ അവരിങ്ങനെ അവരുടെ ഒരു അവസ്ഥയൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക. അവരുടെ മുഖം എപ്പോഴെങ്കിലും ഒക്കെ വരയ്ക്കുമ്പോ ഇത് നമ്മളറിയാതെ ഇവരൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുമോ? എങ്ങനെയാ അത് വരയ്ക്കുമ്പോ ഉണ്ടാവുന്നൊരു അങ്ങനെയാണോ? വരും. ഇവരെല്ലാവരും എൻ്റെ മനസ്സിൽ കയറി വരും. കാരണം പലരും പല അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അത് അവരുടെ ആ ഒരു ചിലപ്പോൾ കണ്ണുകളിലൊക്കെ കാണാൻ പറ്റും അവരുടെ ആ ഒരു ദയനീയത. അവർ ചിലപ്പോൾ ഒന്നും പറയണ്ട, ആ നോട്ടത്തിലോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷനിലും നമുക്ക് കുറേ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ കുറേ കേട്ടിട്ട് ഞാൻ പറഞ്ഞു, നമ്മളെയൊക്കെ മക്കളെ പോലെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെ വിട്ടു അവരെ. ഞാൻ ചോദിക്കുന്നത്, ഈ വരയ്ക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് അറിയില്ല എനിക്ക്. ശരിക്കും വളരെ ഒന്ന് ഒതുങ്ങിക്കൂടി ചിന്തിക്കുന്ന, എപ്പോഴും ഈ ചിന്ത വരയ്ക്കുന്നവരൊക്കെ വളരെ ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ഒരു സൈലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. മാത്രമല്ല ഇപ്പൊ ഈ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയൊക്കെ, ചുറ്റുപാടും വളരെ നമുക്ക് ഒരു നിശബ്ദത ഉണ്ടായിരിക്കണം, വരയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. ബബിതയ്ക്ക് എന്താണ് വേണ്ടത് വരയ്ക്കുമ്പോൾ? എങ്ങനെയായിരിക്കും ബബിത? സൈലൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് വരയ്ക്കുമ്പോൾ പാട്ട് എനിക്കതെപ്പോഴും വേണം. ആരുടെ മ്യൂസിക് കൂടുതൽ? അത് ഓരോ സമയത്തും അതെങ്ങനെയോ ഡിപ്പെൻസ്. അത് ചെയ്യുമ്പോൾ ഏതാണ് മ്യൂസിക് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. എൻ്റെ വേറൊരു മാസ്റ്റർ പീസ് വർക്ക് ചെയ്തപ്പോൾ ഞാൻ ആ സമയത്ത് കേട്ടത് യാനിയുടെ മ്യൂസിക്കായിരുന്നു. പിന്നെ പഴയ മലയാളം സോങ്സും പുതിയതൊന്നല്ല, പഴയ നല്ല പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ അതിൽ ഇന്ന ഭാഷ ഇതൊന്നൊന്നുമില്ല. ഞാൻ കന്നഡയും കേൾക്കും, ഹിന്ദി എല്ലാം ഉണ്ട്. ഈ വരയ്ക്കുമ്പോൾ ഇപ്പൊ എപ്പോഴെങ്കിലും ഏത് പടം വരച്ചപ്പോഴാണ് ശരിക്കും നമ്മൾ തന്നെ, ഇപ്പൊ എക്സാമ്പിൾ നമ്മളിപ്പോ ചിലരിപ്പോ ഒരു നടനോട് ചോദിച്ചാൽ, ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാൽ, ഒരു പെർഫോമറോട് ചോദിച്ചാൽ, ഞാൻ അഭിനയിക്കുമ്പോൾ ഇത്ര ഇമോഷണലായിട്ട് അഭിനയിച്ച സീൻ ഇതായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? അത് വരയ്ക്കുന്ന ആ പ്രൊഫഷണൽ അപ്പുറം മാനസികമായി ആ ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു അവസ്ഥ അത് ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. ഇത് ഈ അടുത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട് ഞാൻ വരച്ചൊരു ചിത്രം കണ്ടിട്ട് പറഞ്ഞു, ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു ചെറിയൊരു ബോട്ടിലിൽ എണ്ണയും ഒരു ചെറിയ പണ്ടത്തെ അടുക്കളയിലെ ജനലിൻ്റെ മുകളിലൊക്കെ നമ്മൾ കാണാനുള്ള എന്തെങ്കിലും ഒരു ചെറിയ പാത്രമോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുപ്പിയിൽ എന്തെങ്കിലും ഒരു സാധനം, അപ്പോൾ എനിക്കത് പുറത്തുള്ള ലൈറ്റ് അടിക്കുമ്പോഴുള്ള അതിൻ്റെ ആ വെളിച്ചം അടിക്കുന്നതെല്ലാം ഇഷ്ടപ്പെട്ടു. അതൊരു സിമ്പിൾ ഇതാണ്, പക്ഷേ കിച്ചൺ സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്തു. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പറയുന്ന ചില അഭിപ്രായങ്ങളും അതൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ്. അവർ പറയും, ആ എണ്ണ എനിക്ക് ഇവിടുന്ന് മണക്കുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഇതാണ്. അതുപോലെ ഒരു ടൈഗറിൻ്റെത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാട്ടിൽ കൂടെ ഇങ്ങനെ വരുന്നത്, സൈലൻസ് ഓഫ് ദ വുഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് പറയാം, ആ ഇലകളൊക്കെ ഇങ്ങനെ ഇതാവുന്ന ശബ്ദവും ഇതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ അതിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്ന് അവരും അത് ആസ്വദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാനും ഇത് ചെയ്ത് കഴിഞ്ഞ് ചില കമ്മീഷൻഡ് വർക്കാണെങ്കിൽ പോലും അത് ഒരുപാട് സമയമെടുത്ത് നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെന്ന് ചെയ്യുന്നതാണ്. അത് കഴിയുമ്പോൾ, അത് കൈമാറുമ്പോൾ നമ്മൾ പഴയ ആകാശദൂത് സിനിമയിൽ കുഞ്ഞിനെ കൊടുക്കുന്ന ഒരു സന്തോഷമാണ്. കാരണം ഇത് ഇഷ്ടമുള്ള ഒരാളാണ് അവരുടെ അടുത്ത്. എന്നാലും നമ്മുടെ കുഞ്ഞ് നമ്മൾ ജന്മം കൊടുത്ത കുട്ടി എന്ന് പറയുന്നൊരു, കാരണം നമ്മൾ അത്രയ്ക്ക് അതിനോട് നമുക്ക് അത്ര ഇതുള്ള ഒരു ഇതാണ്. നമ്മളുടെ ഓരോ വരയും, ഓരോ എന്താ പറയുക, നമ്മൾ പറയില്ലേ, ഓരോ കുഞ്ഞും അതാണ് ഒന്നിന് പകരാവില്ല വേറെ എന്നുള്ളത്. വരച്ച ഏത് പടമായിരുന്നു കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നിനൊന്നും വെച്ചായിരിക്കും. നേരെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഏത് കുട്ടിയാണെന്ന് ചോദിച്ചാൽ, എന്നാലും അങ്ങനെ പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഒരെണ്ണോ, അല്ലെങ്കിൽ ഒന്നെന്നല്ല ഞാൻ ചോദിക്കുന്നത്, പ്രിയപ്പെട്ടതായിട്ട് മനസ്സിൽ തോന്നുന്നു ഞാൻ വരച്ചു കഴിയുമ്പം നമ്മൾ തന്നെ ഒരു ആത്മസംതൃപ്തിയുടെ ഏറ്റവും നിറകയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുണ്ടെങ്കിൽ അത് ഏത് പടമായിരിക്കും?
അത് ഒന്ന് രണ്ടൊന്നുമല്ല, എന്നാലും ആ, കപ്പ വിൽക്കുന്ന ലേഡിയുടെ നേരത്തെ പറഞ്ഞ അത് നേരത്തെ പറഞ്ഞത്, അത് ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആണത്. അതിൽ എനിക്ക് ഇതിൽ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വെച്ച് എനിക്കൊരു ഏകദേശം ഒരു ഇതുണ്ട്, ഇത് എവിടെയൊക്കെ എത്തി എന്നുള്ള ഒരു ഇത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായം ഇതൊക്കെ കേൾക്കാനുള്ള ഒരു ഇതുണ്ടായി. അപ്പോൾ വീട്ടിൽ ഇതുപോലെ വേറൊരു കാര്യത്തിന് ആരോ വന്നപ്പോൾ എന്നെ റെക്കഗ്നൈസ് ചെയ്തു. കപ്പ വിൽക്കുന്ന ലേഡി ഇത് പെയിൻറ്റിങ് ചെയ്ത ആളല്ലേ എന്ന് ചോദിച്ചു, വേറൊരു കാര്യത്തിന് വന്ന ഒരാൾ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു പരിചയമില്ലാത്ത അവരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതൊക്കെ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. ഇപ്പം ചോദിക്കും, നേരത്തെ ഞാൻ ചോദിച്ചാണ് ഇമോഷണൽ ഒരു പടം നമ്മൾ ഇമോഷണൽ ആവുക. കരഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും പടം വരയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പെർഫെക്ഷൻ ഒന്ന്, ആ ക്യാരക്ടർ ഇത്രത്തോളം നമുക്ക് നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്നത് അത് ഏതായിരുന്നു? അങ്ങനെ ഉണ്ടായത് പലതും, പല ചിത്രങ്ങളും അതുപോലെ ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. ചില കമൻസൊക്കെ കാണുമ്പോൾ അത്രയും ഇതായിട്ടൊക്കെ ചിലവർ എഴുതുമ്പോൾ ഞാൻ അങ്ങനെ ചില കമൻസ് വായിച്ചിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അവരത്രയും മനസ്സിൽ തട്ടി നമുക്ക് നമ്മുടെ വരയെ ഇഷ്ടപ്പെട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതും ഒക്കെ അതൊക്കെ ഒരു ഭയങ്കര അനുഭവമാണത്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഇപ്പം ഇത്രയും വളരെ പെർഫെക്ഷനോടുകൂടി ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇത് തന്നെയായിരുന്നോ ശരിക്കും ബബിതയുടെ ഒരു തട്ടകം? അല്ലെങ്കിൽ എപ്പോഴാണ് ഈ വരയിലേക്ക് വന്നു? അതല്ലായിരുന്നെങ്കിൽ എവിടേക്ക് പോകുമായിരുന്നു ബബിത? ഏത് മേഖലയിലേക്ക് പോകുമായിരുന്നു? ഞാൻ വേറൊരു മേഖലയെക്കുറിച്ച് അങ്ങനെ കാര്യമായി ചിന്തിച്ചിട്ടില്ല. ഞാൻ ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോൾ ഡോക്ടേഴ്സൊക്കെ അതിൽ പാസ് ചെയ്യുമ്പോൾ വിചാരിക്കും, ഇവരൊക്കെ ദൈവത്തെ പോലെ കാണുകയാണ് ഇവിടെ ഇരിക്കുന്നവരൊക്കെ. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ജീവൻ രക്ഷിക്കുന്ന ഒരു കാര്യം കൂടെ അല്ലേ ചെയ്യുന്ന, അങ്ങനെയും ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവരെ കാണുമ്പോൾ വിചാരിക്കും ആ ഫീൽഡിലുള്ള അവരായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ നമുക്ക് സംതൃപ്തി തരുന്ന, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അത് കുട്ടിക്കാലം തൊട്ടേ വര, കളേഴ്സ്, ഈ പ്രകൃതിയിൽ നമ്മൾക്ക് ചുറ്റും കാണുന്ന എന്തിനും ഒരു ഭംഗി ഞാൻ കാണും. എപ്പോഴും ഞാൻ വരയിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ബബിത കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് റിയാലിറ്റിയിലാണ്. പ്രത്യേകിച്ച് പ്രകൃതി ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണുള്ളത്. അങ്ങനെയുണ്ടോ? പ്രകൃതിയിലേക്കും യാഥാർത്ഥ്യത്തിലേക്ക്, നേരത്തെ പറഞ്ഞ കപ്പ വയ്ക്കുന്ന അമ്മമ്മയാണെങ്കിലും സൈക്കിൾ വർക്ക്ഷോപ്പിലെ ഒരു അമ്മാവനാണെങ്കിലും, അല്ലെങ്കിൽ പുഴയും അല്ലെങ്കിൽ അവിടുത്തെ അന്തരീക്ഷവും പ്രകൃതിയും ഒക്കെ വരയുടെ ഭാഗമായിട്ട് കൂടുതൽ വരാറുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ പ്രകൃതിയിലേക്കൊക്കെയാണല്ലേ യാഥാർത്ഥ്യത്തിൽ? പ്രകൃതിയിലേക്ക് മാത്രമല്ല, പിന്നെ ഈ പറഞ്ഞ പോലെ സൈക്കിൾ റിപ്പയർ ചെയ്യുന്നതും അതുപോലെ നമ്മളിവിടെ വെള്ളായണിയിൽ കായൽ സൈഡിൽ ഇതുപോലെ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഒരു പെട്ടിക്കടയിൽ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ കുറേ സാധനങ്ങളൊക്കെ അവർ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതൊരു ഫ്രെയിമിൽ കൊണ്ടുവരാൻ പറ്റിയ പല സാധനങ്ങൾ അതിലുണ്ട്. പ്ലാസ്റ്റിക് ഉണ്ട്, ഒരു ടാർപോളിൻ, എന്താ പറയുക, അലൂമിനിയം, സ്റ്റീല്, അങ്ങനെ പല മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്കൊരു പെയിൻറ്റിങ് ആക്കിയാൽ എന്താണെന്ന് ഇങ്ങനെ തോന്നി. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് കയറി കണ്ടോട്ടെ. അതിനെന്താ വന്നോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചാടിക്കടന്ന് അവിടെ കയറി അതൊക്കെ നോക്കി. പിന്നെ ഞാനത് ജസ്റ്റ് ഒരു ക്ലിക്ക് എൻ്റെ മൊബൈലിൽ എടുത്തിട്ട് ഞാൻ പോയി. പിന്നെ അതൊരു പെയിൻറ്റിങ് ആക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ടൈം അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ പെയിൻറ്റിങ് കടന്ന് കറങ്ങുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ കാണുന്ന, ചിലപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടായിരിക്കില്ല, ചിലപ്പോൾ എന്തെങ്കിലും എൻ്റെ കൺമുന്നിൽ പെടുന്ന സാധനം എനിക്കതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഇപ്പം ചെയ്ത ആ ഒരു എണ്ണക്കുപ്പിയും ഇതുള്ളത് തന്നെ ഞാൻ കണ്ണൂർ അമ്മയുടെ അടുത്ത് പോയപ്പോൾ അവിടുന്ന് കണ്ടൊരു ഇതായിരുന്നു. അപ്പം അമ്മ ഒന്ന് മാറി നിൽക്കുമോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞത് അമ്മയ്ക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അത് പെയിൻറ്റിങ് ആക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അതൊരു അത്ഭുതമായി. ഇതൊരു പെയിൻറ്റിങ് ആക്കി മാറ്റിയോ എന്നുള്ളത്. അല്ല, അമ്മയ്ക്ക് അത് പെട്ടെന്ന് അത് ഓടിയില്ല. ഇതെങ്ങനെ ആ സംഭവം ഇവിടെ ഇരുന്നിട്ടാണ്, ഞാൻ പറഞ്ഞ അന്ന് അത് നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു. അങ്ങനെ ഈ പ്രകൃതിയും യഥാർത്ഥ മനുഷ്യരും വരയുടെ ഭാഗമാവുന്ന പോലെ തന്നെ ചുറ്റുപാടുള്ള വിഷയങ്ങൾ, മീൻസ് സാമൂഹികമായി റിലേറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന, മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങൾ വരയുടെ ഭാഗമാവാറുണ്ടോ? അതും വരയുടെ ഭാഗമാവാറുണ്ട്.
ഞാൻ ഇപ്പോൾ അഡിക്ഷന് എതിരായിട്ട് ഒരു ഇതിന് സെക്രട്ടറിയുടെ മുന്നിൽ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിസ്റ്റിന്. അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ചിത്രകാരി, കലാകാരൻ എല്ലാവരും സാമൂഹികമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതും ഉത്തരവാദിത്തമുള്ളവരുമാണ് സമൂഹത്തോട്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ സമൂഹത്തിലെ ഏത് കാഴ്ചകളാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലാതെ ബബിതയെ അസ്വസ്ഥത ഉണ്ടാക്കാറുള്ളത്? അത് എന്തുവാമല്ലോ ഈ പറയുന്ന പോലെ പൊളിറ്റിക്സോ മതമോ ജാതിയോ കാര്യങ്ങളോ ഡ്രഗ്സോ എന്തോ അങ്ങനെ കൂടുതൽ നമ്മൾ തന്നെ നമുക്ക് അങ്ങനെ വല്ലാതെ പ്രതിഷേധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് വരയ്ക്കാൻ. അത് നമ്മളെ അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ കുറച്ച് ഒരു പീസ്ഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതും ഒരു തരത്തിൽ ഇപ്പോൾ ഒരു പ്രായമായ അമ്മയുടെ സങ്കടമോ ആ ഒരു എക്സ്പ്രഷൻ, ഇതൊക്കെ ഒരാളുടെ മനസ്സിനെ ഒന്ന് എന്താ പറയുക, അവരുടെ മനസ്സിനെ ഒന്ന് ഇതാക്കുന്ന ഒരു സബ്ജക്റ്റാണ്. എല്ലാവർക്കും അവരുടെ അമ്മയും വീട്ടുകാരെയൊക്കെ ഓർമ്മ, അത് മനസ്സിൽ വരുന്നവർ ഇതിനൊന്നും സമൂഹത്തിന് ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കില്ലല്ലോ. അപ്പം അങ്ങനെയും ഒരു ഇത് കൊടുക്കാറുണ്ട്. ഞാൻ ഡയറക്റ്റായിട്ട് പ്രതിഷേധിക്കുന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. വീട്ടുകാരും എല്ലാവരും ഉണ്ട് നമുക്ക്. അങ്ങനെ ചെയ്യാറുണ്ട്. അത് എൻ്റെ ആ സമയത്ത് ഒരു മൂഡ് പോലെ. ചിലപ്പോൾ ചില വരെയെങ്കിലും നമുക്ക് വരയിലൂടെ പ്രതിഷേധിക്കാനുള്ള ധൈര്യം ഉണ്ടാവാതിരിക്കുക അങ്ങനെയുണ്ടോ? നമ്മുടെ ഉള്ളിൽ തോന്നും ഇതെനിക്ക് പ്രതിഷേധിക്കണം, ഇതെനിക്ക് വരയ്ക്കണം, പക്ഷേ ഇന്നത്തെ സമൂഹം ഇതിനെ അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ പിന്മാറിയിട്ടുണ്ട് പല അവസരത്തിലും. ഞാൻ പല ഇതും മനസ്സിലൊരു ഐഡിയ വരാറുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും വേണ്ട, അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പല അഭിപ്രായങ്ങളും, പിന്നെ അതിന് നമ്മൾ എന്താ പറയുക, അതിനുള്ളൊരു ജസ്റ്റിഫിക്കേഷൻ അല്ല, നമ്മളുടേതായ അഭിപ്രായങ്ങൾ, പിന്നെ അതിനുള്ള എതിരഭിപ്രായങ്ങളും കാര്യങ്ങളും അതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴേ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ആസ് എൻ ആർട്ടിസ്റ്റ്. അതൊരു ഇതാണ്. അങ്ങനെ ഞാൻ അതിലേക്കൊന്നും ഇറങ്ങി ചെല്ലാറില്ല. പല അവസരത്തിലും അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ചെയ്യണം എന്നൊക്കെ തോന്നാറുണ്ട്. ഇപ്പോൾ ഡെയിലി പുതിയ കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കില്ലേ വാർത്തകളിലൂടെയും. നമ്മൾ ഫോൺ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു സംഭവം എന്തെങ്കിലും നമ്മളെ കൺമുന്നിൽ കാണാനുണ്ടാവും. അപ്പോൾ സങ്കടം തോന്നാറുണ്ട്. അതിന് ചിലപ്പോൾ ഒരു സംഭവം എൻ്റെ കണ്ണിലുണ്ടാവും. ഓക്കെ, ഇങ്ങനൊരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പലരെയും കണ്ണ് തുറപ്പിക്കുമായിരിക്കും എന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ചില കാരണങ്ങളെല്ലാം അതിലേക്ക് ഇറങ്ങാറില്ല. കാരണം പിന്നെ എനിക്ക് അവരുമായിട്ട് ഇതിനെ എതിർത്ത് പറയുന്നവരുമായിട്ടുള്ള ചർച്ചയ്ക്കും ഇതിനൊന്നും അത് ആ ഒരു തലവേദന എടുക്കാനുള്ള ഒരു ഇതാണോ എനിക്കറിയില്ല. അതുകൊണ്ടാണോ ഞാൻ മടിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരുപാട് അങ്ങനെ തോന്നാറുണ്ട്. ആ അർത്ഥത്തിൽ എടുക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ചിത്രകാരി എന്നുള്ള നിലയ്ക്ക്, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ഫ്രീഡം ഇല്ലായ്മ കൂടി അവിടെ പ്രകടമല്ലേ? അതായിരിക്കാം ചിലപ്പോൾ ഞാൻ ഇതിനോടൊക്കെ മടിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ആ ചെയ്യാനുള്ള നെക്സ്റ്റ് ടൈം അതുപോലെ വേറെ ഒന്ന് ചെയ്യാനുള്ള ഒരു ഇത് നമ്മളെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ പോയേക്കാം. ചിലപ്പോൾ എതിർപ്പുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സമാധാനപരമായിട്ടിരുന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ആരാണ് കൂടുതലൊരു സപ്പോർട്ടൊക്കെ തരുന്നത്? അതോ എപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മുടെ ഊർജവും നമ്മുടെ വളർച്ചയുടെ വഴികാട്ടി നമ്മൾ തന്നെയാണ്? എങ്ങനെയാ ബബിതയെ സംബന്ധിച്ച്? എനിക്ക് എൻ്റെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ചുറ്റുമുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ട്. എനിക്കതൊക്കെ ഒരു ഭയങ്കര അടുത്തൊരു വർക്കാണ്, ഇനിയും ബെറ്റർ ആയിട്ടുള്ളത് ചെയ്യണം എന്നുള്ളൊരു തോന്നലൊക്കെ വരാറുണ്ട്. ചെറിയ കുട്ടിയാകുമ്പോഴേ ചെയ്യുമ്പോൾ നെയ്ബേഴ്സായിട്ട് വീട്ടിലുള്ളവർ, അന്ന് ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് കിട്ടുന്ന കമൻസ് എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലുള്ളവരുടെ അടുത്തുനിന്നും, അടുത്തത് നെയ്ബേഴ്സ്, പിന്നെ വീട്ടിൽ വരുന്ന നമ്മുടെ റിലേറ്റീവ്സ്. ബാക്കി പിന്നെ ആരും കാണുന്നില്ല. ചെയ്ത വർക്കൊക്കെ ആ 4 ചുമരിൻ്റെ അകത്ത് കിടക്കുകയല്ലേ.
ഇപ്പോഴാണല്ലോ നമ്മൾ ചെയ്യുന്നത്, അടുത്ത സെക്കൻഡിൽ അത് ജനങ്ങളിലേക്ക് നല്ലതാണെങ്കിൽ അത് എവിടെയൊക്കെ എത്തും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ സപ്പോർട്ട് അത് എല്ലാവരും എൻകറേജ് ചെയ്യുന്നത് എനിക്കൊരു വലിയൊരു സപ്പോർട്ട്. എൻ്റെ സ്കൂൾ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഇപ്പോഴുള്ള എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ കാണുന്ന എൻ്റെ ഫ്രണ്ട്സ്, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ തന്നെ എന്നെ എന്താണ്, ഇപ്പോൾ വീട്ടിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവുമല്ലോ. ആസ് എ മദർ ആൻഡ് വൈഫ്, ഇവിടെ വീട്ടിലുള്ള നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ, അതൊക്കെ ചെയ്തിട്ടും ഇതൊക്കെ ചെയ്തിട്ട് അത് കാരണം എൻ്റെ നടന്നില്ലെന്ന് പറഞ്ഞാൽ നഷ്ടം എനിക്ക് തന്നെയാണല്ലോ. എൻ്റെ ടൈമാണ് അവിടെ പോകുന്നത്. നാളെ നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം തീർത്ത് ഞാൻ ഇരിക്കും. രാത്രി ചിലപ്പോൾ പാതിരാത്രി വരെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യും. നേരം വെളുക്കുന്നത് വരെ നിന്ന് ചെയ്ത പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾക്ക് എൻ്റെ ഒരു മൂഡാണത്. അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ വരച്ച് അതിലത്രയും നമ്മളങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് രാവിലെ കിളികളൊക്കെ കരയുന്ന ശബ്ദമൊക്കെ കേൾക്കുമ്പോഴാണ് നേരം വെളുത്തു. അപ്പോൾ ആ അർത്ഥത്തിൽ തോന്നാറുണ്ടോ, ഒരു സ്ത്രീ ആകുമ്പോഴാണ് ഒരു ക്രിയേറ്റിവിറ്റിക്ക് പോലും ഒരു പ്രൈവസി കുറവുണ്ടാകുന്നത്? ഒരു പുരുഷനാണെങ്കിൽ കുറച്ചുകൂടി അതാണ്, അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ തോന്നാറുണ്ട്. കാരണം നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇത് വരാമെന്ന് മാത്രം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് വേറെയും പലതും നമ്മൾ കേൾക്കേണ്ടി വരും ചിലപ്പോൾ. കാരണം അവളവിടെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ്, വീട്ടിൽ കഞ്ഞിയൊടിയൊന്നും ഇല്ലെന്നുള്ള ഇതായി മാറും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇത് സപ്പോർട്ടീവാണ്. പക്ഷേ ദൈവം സഹായിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇതിനു വേണ്ടി ഒരു സമയം ഞാൻ മാറ്റിവെക്കും. ഓൺലൈൻ ക്ലാസ്സസൊക്കെ ഉണ്ട്, അപ്പോൾ അതിനൊക്കെ സമയം കണ്ടെത്താറുണ്ട് ഞാൻ. അപ്പം എനിക്കിതുപോലെ പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ആർട്ടിസ്റ്റ് ശരത്ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നല്ല പ്രായമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഫോണിൽ കൂടെയുള്ള പരിചയം മാത്രമാണ് എനിക്ക്. നേരിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, മോളെ എനിക്ക് കിട്ടിയ സമയം മാക്സിമം ഉപയോഗപ്പെടുത്തണം. എനിക്കൊക്കെ അവരുടെ കാലിനെന്തോ വയ്യാതെ ഉണ്ട്, എനിക്കൊന്ന് എണീറ്റ് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഒന്ന് വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കും, അവരുടെ മനസ്സിൽ എപ്പോഴും വരയ്ക്കണം എന്നുള്ളത്. അപ്പം എനിക്ക് ഇപ്പോൾ എണീറ്റ് നടക്കാൻ പറ്റുന്ന സമയത്ത് ഞാനതൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഇത് വരും. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, എണീറ്റ് നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നും. അപ്പോൾ അവർ കാണാൻ പറ്റിയില്ല, ഈസ് നോ മോർ. അപ്പോൾ അതൊരു സങ്കടമാണ് എനിക്ക് ഭയങ്കര. ഞാൻ അവരുടെ വർക്ക് ഇവിടുന്ന് ഒരു എക്സിബിഷനിലാണ് നോട്ട് ചെയ്തത്. എന്നെപ്പോലെ റിയലിസത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളതിൻ്റെ അവരെ വിളിച്ചത്. അങ്ങനെ പല കോണ്ടാക്ട്സ് ഉണ്ട് നമ്മളുടെ ഇതിൽ. ഈ ബബിതയുടെ ഒരു വര ഒരിടത്ത് നിന്നപ്പോൾ നമ്മളെപ്പോഴും സംസാരിച്ചപ്പോഴാണെന്ന് തോന്നുന്നു, ലോക്ക്ഡൗണിന് ശേഷമാണ് ഒരു വരയിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ എനിക്കിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്. ലോക്ക്ഡൗൺ പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. ബബിതയ്ക്കൊരു അനുകൂല സാഹചര്യം ഒരുക്കി തന്നു. അങ്ങനെയാണോ? അതെ, ആ സമയത്ത് കുറച്ചുകൂടെ ഇതിൽ ഫോക്കസ് ചെയ്തു. കാരണം നമുക്ക് വേറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇല്ല. പിന്നെ എൻ്റെ ലോകം എന്ന് പറയുന്നത് ഈ ക്യാൻവാസിൻ്റെ മുന്നിലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിലായി മാറും. അപ്പോൾ ആ സമയത്ത് ഒരുപാട് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയിരുന്നു. പിന്നെ എന്നെ ഒരു തരത്തിലും ബാധിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു പ്രൊഫഷണലി ആ സമയത്ത്. അല്ലാതെ നല്ല വർക്കുകളൊക്കെ ആ സമയത്ത് അപ്പോഴായിരുന്നു ഈ ഇതൊക്കെ ചെയ്തത്, എൻ്റെ ചില വൈറലായ പെയിൻറ്റിങ്സൊക്കെ. മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു സാധനമുണ്ടോ ഇനി എനിക്ക് വരയ്ക്കാനുള്ളൊരു? ഏതാണ്? അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ പതിപ്പിച്ചിട്ടുണ്ടോ വരച്ചു തീർക്കാൻ? അങ്ങനെയില്ല. ഇതുവരെ ചെയ്തതും ഞാൻ ഒന്നും പ്ലാൻ ചെയ്തതല്ല. പക്ഷേ ആ സമയത്ത് തോന്നി ചെയ്തു. അതെങ്ങനെയോ ചിലതൊക്കെ ക്ലിക്കായി. അങ്ങനെ ഇപ്പോൾ ഞാനൊരു ഒരു ഈച്ചയുടെ ഇതൊക്കെ വരച്ചിട്ടുണ്ട്. അതിൽ പോലും നല്ല ഭംഗിയുള്ള കളേഴ്സും കാര്യങ്ങളും. അപ്പോൾ കുഞ്ഞു സാധനത്തിൽ പോലും അതിനൊരു ഭംഗി ഉണ്ട്. നമ്മളതിലേക്ക് കാര്യമായി ചെന്ന് അതിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിലും ഒരു ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റിനുമുള്ള എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഭംഗി. ഏത് കാര്യങ്ങളും പഠിക്കാൻ പറ്റും എന്നാണ് ഈ വര. പലരും വരയ്ക്കാൻ പഠിപ്പിക്കുന്നുള്ളതാണ്.
ഒരു പഠിപ്പിച്ചാൽ അങ്ങനെ പെർഫെക്ഷനോടുകൂടി ഒരു ആത്മാവ് പറഞ്ഞ ഒരു ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുന്ന കാര്യമാണ്. എനിക്ക് ഇവിടെ തോന്നിയിട്ടുണ്ട്. ഒരു മാർക്ക് ചെയ്തിട്ട് വരയുടെ ഓരോ ഫ്രെയിം, കണ്ണും മൂക്കും ഒക്കെ എവിടെ നിൽക്കണം എന്നൊക്കെ ഒരു ഫ്രെയിം വെച്ച് വരയ്ക്കാം. അതൊരു ടെക്നിക്കലി ഉള്ളൊരു ഒരു പഠനമാണ് സംഭവം. അതിന്റെ അപ്പുറം ഒരു ആത്മാവ് പറഞ്ഞ വരയ്ക്കണമെങ്കിൽ ആ ആർട്ടിസ്റ്റിന്റെ ഉള്ളില് ചുറ്റുപാടും കാണാനുള്ളൊരു കണ്ണ് വേണം. ഒരു അകക്കണ്ണ് എന്ന് പറഞ്ഞൊരു കണ്ണ് വേണം, മനസ്സ് വേണം. അപ്പോൾ ആർക്കും പഠിക്കാവുന്നൊരു മീൻസ് ആഗ്രഹമുണ്ട് എന്നൊരു ഏതൊരാളിനും, ആഗ്രഹം മാത്രം ഉള്ള ഒരാളിന് അങ്ങനെ പഠിക്കാൻ പറ്റുമോ? അങ്ങനെ പെർഫെക്ഷനോട് കൂടി വരയ്ക്കാൻ തീർച്ചയായും പറ്റും. ഇതിൽ മെയിനായിട്ട് വേണ്ടത് ആഗ്രഹമാണ്. ഇത് മാത്രം നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആഗ്രഹമുണ്ടോ, വേറൊരാളുടെ ഗൈഡൻസും കൂടെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. അത് ഞാൻ ഇന്ന് വരെ കാണാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള. അവരവിടെ ഇരുന്ന് വരച്ച് അവിടെ നിന്ന് ഫസ്റ്റ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമാണ്. പിന്നെ ഞാൻ അവരുടെ ആ വരയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദൂരെ നിന്നും ഇപ്പോഴുള്ള ഈ എന്താ പറയുക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോഴുള്ള ഇങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ ഓൺലൈനിലൂടെ, അതൊക്കെ പഠിച്ച് എടുത്ത് അവർ നല്ലൊരു വർക്ക് ചെയ്ത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണത്. അവർ പറയും നിങ്ങൾ കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറയും ഞാനല്ല, അത് നിങ്ങളിടുന്ന എഫേർട്ടും കൂടെയാണ്. ഞാനൊരു സൈഡിൽ നിന്ന് എനിക്ക് പറ്റുന്ന എൻ്റെ നോളജ് ഷെയർ ചെയ്യുന്നുണ്ട്. ബാക്കി അത് അവരുടെയും കൂടെ ഒരു ഇൻവോൾവ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കണ്ണൂരല്ലേ സ്വന്തം? കണ്ണൂരാണ് ജനിച്ചത്. തിരുവനന്തപുരത്താണ് ഒക്കെ കോഴിക്കോട് ഇരിക്കുന്ന. തിരുവനന്തപുരത്താണ്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എങ്ങനെ എത്തി? കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്, കണ്ണൂരിൽ നിന്ന് നേരെ ഇവിടെ എത്തിയതല്ല. ഞാൻ ബാംഗ്ലൂരായിരുന്നു. ഒരു 17 വർഷത്തോളം അവിടെയായിരുന്നു. ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്കാണ് പോയത്, ഫാഷൻ ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഡിപ്ലോമ ചെയ്തിട്ട് പിന്നെ ഫൈൻ ആർട്സ് കോളേജിൽ ജോയിൻ ചെയ്തു അവിടുത്തെ. അങ്ങനെ പിന്നെ ഫാഷൻ ഇൻഡസ്ട്രിയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന വേറൊരു സ്ഥലത്ത് നിന്നാണ് ഞാൻ ഹസ്ബൻഡിനെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഇങ്ങനെ ട്രിവാൻഡ്രത്തേക്ക് എത്തുന്നത്. ഞാൻ വരയ്ക്കുന്ന പല സബ്ജക്ട്സും ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്നതും എനിക്ക് എൻ്റെ മനസ്സിനെ പിടിച്ച് കുലിക്കുന്ന വല്ല എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഒരു സബ്ജക്റ്റൊക്കെ ആണെങ്കിൽ ഞാൻ വരയ്ക്കാറുണ്ട്. പിന്നെ അല്ലാതെ ഞാനൊരു ജോളി പേഴ്സണാണ്. നല്ല എന്താ പറയുക, ഇതിൽ കാണുന്നതിൻ്റെ ഇതല്ല എൻ്റെ ലൈഫ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൻ്റെ അല്ല ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെടാറുള്ള എൻ്റെ ചില മെമ്മറീസൊക്കെ ഇതിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം കപ്പ വിൽക്കുന്നതാണെങ്കിൽ പോലും ഞാനൊരു ചന്തയിലൊരു ദിവസം പോയപ്പോൾ ഒരു ക്രൗഡഡ് പ്ലേസാണ്, അറിയാലോ ഇവിടുത്തെ ചന്ത എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പീക്ക് ടൈമിലൊക്കെ നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അത് ഒരു ക്രൗഡഡ് പ്ലേസ് ആയിരുന്നു. പക്ഷെ എൻ്റെ ശ്രദ്ധ പോയത് അവിടെ ഇരുന്ന ആ ലേഡിയിലേക്കായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു നല്ല അത് വരയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം അപ്പോൾ ആ സെക്കൻഡിൽ എനിക്ക് തോന്നിയതും ഞാൻ ജസ്റ്റ് ആ ചന്തയിലെ ഒരു സീൻ ക്ലിക്ക് ചെയ്ത് പോയി. ബാക്കി ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് ഞാൻ പിന്നെ ചെയ്തു. സൈക്കിൾ റിപ്പയർ ചെയ്യുന്നതും ഇതുപോലെ. ആ പെയിൻറ്റിങ്ങിലുള്ള ടൂൾസൊന്നും അവിടെ ഇല്ലായിരുന്നു ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ. അത് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട കാര്യങ്ങൾ, ചില എലിമെൻറ്റ്സൊക്കെ ഞാൻ കൊണ്ടുവരും അതിൽ. ചിലത് ഞാൻ കണ്ടപ്പോൾ ഉള്ളത് ഞാൻ ഒഴിവാക്കും. അങ്ങനെയൊക്കെ ചെയ്യും. എൻ്റെ മനസ്സിൽ ആ ഫ്രെയിമിൽ ഒരു സംഭവം ഉണ്ടാവും കൊണ്ടുവരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ അങ്ങനെ ടൈം എടുത്ത് ചെയ്ത് അങ്ങനെ കൊണ്ടുവരും. നമ്മൾ മനസ്സിൽ കാണുന്നൊരു സാധനം. ഇപ്പോഴല്ലേ ഈ AI കാര്യങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് അത് ചിലപ്പോൾ 100% അത് കൊണ്ടുവന്നില്ലെങ്കിലും അത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഞാൻ ടൈം ലാപ്സ് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങി ഇതിൽ. കാരണം ആദ്യമൊക്കെ പ്രിൻറ്റിൻ്റെ മുകളിൽ നമ്മൾ ടച്ച് ചെയ്താന്നൊക്കെയുള്ള കമൻസൊക്കെ വരുമ്പോൾ നമുക്കൊരു വിഷമമായിരുന്നു, ഇത്രയും എഫേർട്ട് ഇട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതൊക്കെ ഇടുന്നതുകൊണ്ട് അതിനെതിരായിട്ടൊന്നും ആരും അങ്ങനെയുള്ള കമൻസൊന്നും ഇടാറില്ല. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ എടുക്കുമ്പോൾ ഒരു സ്ത്രീയെക്കുറിച്ച്, പെൺകുട്ടിയെക്കുറിച്ചൊക്കെ, ഒരു പെൺകുട്ടി വളർന്നു വരണം, ഉള്ളിൽ ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റോ വരയോ എഴുത്തോ ഡാൻസോ പാട്ടോ പലതും ഉണ്ടാവും. പക്ഷേ ഒരു വിവാഹ ജീവിതത്തോടു കൂടി ഇതെല്ലാം ഒരു പെട്ടിക്കകത്ത് പൂട്ടി വയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. ബബിതയെ സംബന്ധിച്ച് ബബിത ഒരു ഫാമിലി ലൈഫ് നോക്കി നടത്തുന്നുണ്ട്, ഒപ്പം വരയ്ക്കുന്നുണ്ട്.
പക്ഷെ എന്നാലും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പുരുഷൻ കുറച്ചുകൂടി അവന് ഫസ്റ്റ് പ്രിഫറൻസ് അതിലേക്ക് പോകുന്നുണ്ട്. സ്വന്തം ജീവിതം എടുക്കുമ്പോഴും മറ്റൊരാളുടെ ജീവിതം നോക്കി കാണുമ്പോഴും ബബിതയ്ക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു അഭിപ്രായം? എനിക്ക് ഈ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ കല്യാണത്തിന് മുന്നേ എനിക്ക് ഇഷ്ടമുള്ള ടൈമിലിരുന്ന് വരയ്ക്കുമായിരുന്നു ഞാൻ. അതിലെനിക്ക് ആരോടും ഒന്നും പറയാനില്ല. കാരണം എൻ്റെ അമ്മയുണ്ട്, എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാനോ എനിക്ക് അത് എൻ്റെ ഫ്രീഡത്തോടെ പറയാൻ ഒരാളുണ്ട് എനിക്ക്. അപ്പോൾ ആ ഒരു ഇതല്ല മാരീഡ് ലൈഫ് എന്ന് പറയുമ്പോൾ മാറി, നമ്മൾക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞ പോലെ ലിമിറ്റേഷൻസ് ഉണ്ട്. മുമ്പുള്ള ആ ഒരു ടൈം എനിക്ക് കിട്ടാതെ വന്നു. പക്ഷേ നമുക്കതൊരു റീസണായിട്ട് നമുക്ക് അത് നമ്മളുടെ പാഷനാണ്. അത് വേണമെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഫുൾ ടൈം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാം. അവിടെ നഷ്ടപ്പെടുന്നത് എനിക്കാണ്. എൻ്റെ പാഷൻ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നാളെ റിഗ്രറ്റ് ചെയ്യുന്ന ഞാനാണ്, വേറെ ആരും. എൻ്റെ അത് ഇനി ഹസ്ബൻഡും അല്ല, ഞാൻ ജനറലി പറയാണ്, ഹസ്ബൻഡിനോ അല്ലെങ്കിൽ ഒരു വൈഫിനോ അല്ല, അത് ആ വ്യക്തിയുടെ നഷ്ടം മാത്രമാണ്. അപ്പോൾ ഞാൻ അത് തിരിച്ചറിഞ്ഞു. ഒരു ആഫ്റ്റർ പീരീഡ് ഓഫ് ടൈം ഞാൻ അത് തിരിച്ചറിഞ്ഞു. ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യാൻ തുടങ്ങി വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ട്. ഇല്ല, ഞാൻ ഇന്ന് എൻ്റെ മൈൻഡിലൊരു ചെയ്യാനൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യണം. കാരണം നാളെ ഞാൻ ഇന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ കണ്ണിനും കാഴ്ചയുള്ളപ്പോഴും നമുക്ക് എണീറ്റ് നടക്കാനുള്ള ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ മേക്ക് യൂസ് ഓഫ് ദാറ്റ് ടൈം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ നാളെ ഞാൻ അന്ന് ഇതൊക്കെ ചെയ്തതുകൊണ്ടല്ലേ എനിക്ക് ചെയ്യാൻ പറ്റാൻ ഇതെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് നമുക്കൊരു ലൈഫേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്ത പെയിൻറ്റിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പണിയും തീർത്തിട്ട് രാത്രി ഇരിക്കും. രാത്രി ചിലപ്പോൾ എല്ലാവരും കിടന്നുറങ്ങുമ്പോഴായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ഇനി ആരും പിടിച്ച് എഴുന്നേൽപ്പിക്കില്ലല്ലോ എന്നുള്ള ഒരു ഇതുണ്ട്. ആ സൈലൻസിൽ വരയ്ക്കുമ്പോൾ നമ്മളുടെ കോൺസെൻട്രേഷനും ഇതിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുക ഒന്നുമല്ല. ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കിയിട്ട്, കാരണം യു ഹാവ് നോ അതർ ഓപ്ഷൻ. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടികൾ കാര്യങ്ങൾ, ഇപ്പോൾ മോൻ സ്കൂളിൽ പോകുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാനൊരു ആർട്ടിസ്റ്റാന്ന് പറഞ്ഞാൽ ഞാനൊരു ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ അമ്മയും കൂടെ അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഇതും മുന്നോട്ട് കൊണ്ടുപോകും. സോ പാഷൻ എന്താണോ അതും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള എഫേർട്ട് ഇടണം എന്നുള്ളതാണ്. കാരണം എൻ്റെ പരിചയത്തിൽ അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തേ പറ്റൂ.